ഗൈസ് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. വിശന്നിട്ട് വയ്യ. ഞാൻ ഒരു പാക്കറ്റ് പാല് വാങ്ങിയപ്പോൾ ആപ്പിളും പാലിട്ടൊരു ജ്യൂസ് അടിക്കട്ടെ കേട്ടോ. അയ്യോ കുഴങ്ങിണ്ടേ. പാട്ട് പാട്ട് ഗൈസ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ രാവിലെ ഇങ്ങനെ എണീറ്റ് വന്ന് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വട്ടം കയറുകയാണ് കേട്ടോ. എന്ന് എണീറ്റ് വന്നാൽ കുറച്ച് സമയം ഇങ്ങനെ മന്ദപ്പായിട്ട് ഇങ്ങനെ നിൽക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട്. സമയം നോക്കുമ്പോൾ 5:05 പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു. രാവിലത്തെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ അടുക്കളയിൽ കയറി നമ്മുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയം 6:40 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് കുറേ നേരം അങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. കുറച്ച് നേരം പുറത്തേക്കൊന്ന് വന്ന് നോക്കിക്കണമല്ലോ. ഇതില്ലാതെ ഇപ്പോൾ ഒരു ദിവസം കഴിയരുത് കേട്ടോ. അതങ്ങനെ അടുക്കളയുടെ പണികൾ കഴിഞ്ഞാലുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇങ്ങനെ വന്നാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുവേ. ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റതുകൊണ്ടേ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ പറയും പോലെ കുളി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ തലയിൽ ആ കെട്ടൊന്ന് അഴിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇനി അതും കൂടിയൊക്കെ നോക്കട്ടെ. മുടിയുടെ പരിപാടിയൊക്കെ ഏതായാലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ പിന്നെ കുക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പുറത്തൊക്കെ കാഴ്ച കണ്ട് പിന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അത് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. ഇന്ന് ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചപ്പാത്തി ഞാൻ എന്താ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, കടലക്കറി. അല്ലെങ്കിൽ 5 രൂപയുടെ ബൂസ്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും. അല്ലാത്തോ ഇന്നിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ കടലക്കറി ഉണ്ടാക്കി. പിന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറിലേക്ക് ഇന്ന് കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, പയറുപ്പേരി. 2 വിധ ഉപ്പേരികൾ മാത്രമാണ് കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കറി ഉണ്ടാക്കിയ ചില സമയത്ത് കറിയൊക്കെ ബാക്കി വരും, ആർക്കും വേണ്ടി വരില്ല. ഉപ്പേരി ആണെങ്കിൽ പിന്നെ അങ്ങനെ ബാക്കിയൊന്നും വരില്ല കേട്ടോ. അപ്പം അങ്ങനെ മക്കളെ ചോറും ഒക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയി. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് 7 മണിയാകുമ്പോഴത്തേക്കും ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഇന്നത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:40 ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിനി നമ്മുടെ പോസ്റ്റ്മാൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ട്. അവിടെ നിന്ന് ഇന്നലെ എന്തോ ഒരു ലെറ്റർ എന്തോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി അങ്ങോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ബാക്കി വന്നിട്ട് ക്ലീനിങ്ങും അതായത് അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉള്ളൂ. ബാക്കി കുക്കിങ്ങൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പോസ്റ്റ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോപേട്ടൻ്റെ വീട്ടിലൊക്കെ രാവിലെ തന്നെ പോയി. 7 മണിയാകുമ്പോൾ എത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. 7:15 ആയിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇനി അതൊക്കെ വാങ്ങിച്ചു. ഇനി തിരിച്ചു പോവാണ്. വണ്ടിയിലൊക്കെ ഇട്ടു. പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീട്ടിലെത്തി ഗൈസ്. കിച്ചുമ്പോൾ ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിലെന്ന് ഗൈസ്. അപ്പോൾ ഞാൻ വന്നു. ഇതൊരു ചെക്കാണ്. എപ്പോഴും ഒരു മുത്തൂറ്റിൻ്റെ ബാങ്കിൽ എന്തോ ഷെയർ എന്തോ കൂടിയില്ല. അതിലെന്തോ ചെക്ക് വന്നതാണ്. ഓക്കേ. അപ്പം ഇനി എന്താ, ഇനിയിപ്പോൾ ചായ കുടിക്കട്ടെ അപ്പോൾ അല്ലേ. ചായ കുടിക്കേണ്ട പരിപാടിയാണ്. അപ്പം ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മക്കൾക്ക് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എനിക്കുള്ള കുറച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി. ചപ്പാത്തി 2 കഴിച്ചു. ഇനി എനിക്കുള്ള ഉള്ളൂ ചപ്പാത്തി. അപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ന് വർക്കുണ്ട്. അപ്പോൾ വർക്കിന് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ പുറത്തു കൂടെ ഒന്ന് പോയതായിരുന്നു. അപ്പോഴത്തേക്ക് അതൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാനൊരു 2 ചപ്പാത്തി, അതിൽ കൂടുതലൊന്നും പോകില്ല കേട്ടോ. പിന്നെ കുറച്ച് കടലക്കറിയും ഗ്ലാസ് കട്ടൻ ചായ ആകുമ്പോഴത്തേക്കും വയറ് ഫുള്ളാവും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഭക്ഷണ രീതി എന്നൊക്കെ പറയണത്. കറി ഞാൻ നല്ലോണം എടുക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടലക്കറി എന്ന് പറയുന്നത്. കടലയും ഇഷ്ടമാണ്, കടലേൻ്റെ കറി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല കടുപ്പത്തിലൊരു കട്ടനും ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. കിച്ചുമോള് രാവിലെ തന്നെ സ്കൂളിൽ പോണതിന് മുന്നേ തന്നെ എന്തോ പാട്ടിൻ്റെ വരികളൊക്കെ തന്നെ നോട്ടിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോകാനായില്ലേന്ന് വെച്ചാൽ പോകാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവളെ പരിപാടികൾ കേട്ടോ. പാട്ടിൻ്റെ വരികൾ എടുത്തിട്ട് എഴുതുക. ചില സമയത്ത് ഇങ്ങനെ ഒരു ഭ്രാന്തൊക്കെ ഉണ്ട്. ലിറിക്സൊക്കെ എടുത്തിട്ട് അതൊക്കെ നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. ചെയ്യാനാണ്ടാത്തൊന്നും എന്തോ വലിയ പരിപാടി എന്തോ ഉണ്ട് എന്നുള്ളത്. അതിനിടയിൽ അവൾ ഒരുങ്ങിയിട്ടുണ്ട്, ഞാനും ഒരുങ്ങി, ഞാനും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കിച്ചുമോൾ ഏതായാലും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചുമോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു, ഞാനും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. വിശന്നിട്ട് വയ്യ. ഞാൻ ഒരു പാക്കറ്റ് പാല് വാങ്ങിയപ്പോൾ ആപ്പിളും പാലിട്ടൊരു ജ്യൂസ് അടിക്കട്ടെ കേട്ടോ. അയ്യോ കുഴങ്ങിണ്ടേ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയത് 2 മണിയാവാനായപ്പോഴാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ്ങൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഭയങ്കര വിശപ്പും ദാഹവും എല്ലാം കൂടി ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പാലും ഒരാപ്പിളും ഒക്കെ എടുത്തിട്ട് ഒരു പാലിട്ടൊരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ദാഹമുണ്ട്, വിശപ്പുണ്ട് കേട്ടോ. ചോറ് ഉണ്ടാകാൻ തോന്നുന്നില്ല, നല്ല തണുത്ത വെള്ളം കുടിക്കാനാണ് തോന്നണേ. അപ്പം ഞാൻ വിചാരിച്ചു പാലിരിക്കണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ അതേപോലെ ഇരിക്കട്ടെ, ഒന്നും എടുത്ത് വെച്ചില്ല. അത്രയും ദാഹം, തൊണ്ടയിങ്ങനെ ഉണങ്ങിയ പോലെ. അപ്പോൾ ഒരാപ്പിളും കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ കുട്ടികൾക്ക് കൊടുന്നേക്കണ 5 രൂപേൻ്റെ ബൂസ്റ്റ് ഉണ്ട് കേട്ടോ. അതും ഒരു പാക്കറ്റ് എടുത്തിട്ട് അത് അവരിങ്ങനെ ചപ്പാത്തിയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് കൊടുന്നേക്കണാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിന്നൊരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുത്തു. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതും കൂടെ അങ്ങ് ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അയ്യമ്മ എന്തൊരു വിശപ്പിനേക്കാളൊക്കെ തോന്നുക ചൂടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ പുറത്തങ്ങനെ വല്ലാതെ പോവാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ജ്യൂസൊക്കെ തട്ടിക്കൂട്ട് ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുടിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കിച്ചുമോളും കൂടെ അങ്ങനെ ഉണ്ടാക്കി നോക്കി, നല്ല രസമുണ്ടായിരുന്നു. ഒരാപ്പിളും കുറച്ച് പാലും എനിക്ക് പഞ്ചസാരയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. കുടിച്ച് അടിപൊളി നല്ലൊരു ഷേക്ക് ജ്യൂസ് എന്നൊക്കെ പറയാം. വാ, കുടിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു തണുപ്പ് ഇങ്ങനെ ചെന്നപ്പോൾ നല്ലൊരു സുഖം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്ന് മനഃപൂർവ്വം ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാതിരുന്നതാണ്. ഒന്നാമത്തെ കാര്യം, രാവിലത്തെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് 7 മണിയാകുമ്പോൾ എനിക്ക് പോസ്റ്റ്മാൻ അവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ പരിപാടികൾ ചെയ്തു തീർത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മളെന്നും ഉണ്ടാക്കണത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത്. പിന്നെന്താ, അങ്ങനെ 2 ഗ്ലാസ് ജ്യൂസ് അത് മൊത്തം ഞാൻ തന്നെ കുടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം, കുറച്ച് നേരം ഇരിക്കണം, എന്നിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.